യേശു പറഞ്ഞു, ധനികരാകുവാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. വീണ്ടും യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം ഞാനൊന്ന് വായിക്കാം. 2-ാം വാക്യം. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുന്നു. അപ്പോൾ യേശുവിന്റെ മുമ്പിൽ ധനികരാകണമെങ്കിൽ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടണം. ധ്യാനം കൂടി. സാമ്പത്തികമായി തകർച്ച, കള്ളുകച്ചവടം നിർത്തേണ്ടി വന്നു, അന്യായ പലിശ നിർത്തേണ്ടി വന്നു. യേശു ചോദിക്കുന്നു, മകനെ, നിനക്കിപ്പോൾ പലതും കുറവുണ്ടായിരിക്കാം. വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നീ സന്തോഷിക്കുക. എന്തെന്നാൽ നീ പരീക്ഷയെ അതിജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ വിശ്വാസത്തിൽ നിനക്ക് സ്ഥിരത ലഭിക്കും. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് തൃത്തൂർ പള്ളിയിൽ ധ്യാനിപ്പിക്കുക. ലാസ്റ്റ് ദിവസം ചെറുപ്പക്കാരൻ വന്നിച്ചും പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടി, പക്ഷേ എന്റെ തൊഴില് ചാരായ കച്ചവടം, വാറ്റ. എന്നോട് പറഞ്ഞു, എന്തെങ്കിലും തൊഴിൽ കിട്ടിയാൽ ഞാനിത് ഉപേക്ഷിക്കാമായിരുന്നു, സാമ്പത്തികമായി ബാധ്യതയുണ്ട്. വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു. ഞാനെന്തെടുക്കാന്? ഞാനൊന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്തു. അവസാനം ചോദിച്ചു, മകനെ എന്ത് തീരുമാനിച്ചു? അവൻ പറഞ്ഞു, ഞാൻ കൂലിപ്പണി ജീവിച്ചു കൊള്ളാം, എന്നാലും ഇതെനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇതാ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ സ്ഥിരത ലഭിക്കുന്നു, ഉറച്ചു നിന്നാൽ. വീണ്ടും 12-ാം വാക്യം പറയുന്നു, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് പറയുന്നു, വെറുതെ ഭാഗ്യവാൻ ചമയുന്നവരല്ല, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, പ്രിയപ്പെട്ടവരെ, സ്നേഹിക്കുന്നവനായ ദൈവം നമ്മളെ വിശ്വാസി വളർത്തുവാൻ ചില പ്രശ്നങ്ങൾ അനുവദിക്കുമ്പോൾ നിരാശപ്പെടരുതേ. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചാലെന്നതുപോലെ പരിഭ്രമിക്കരുതേ. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവിൻ. വീണ്ടും പത്രോസിന്റെ 1-ാം ലേഖനം 6-7 വാക്യങ്ങൾ പറയുന്നു. 1-ാം അധ്യായത്തില് അഗ്നിശോധന അതിജീവിക്കുന്ന സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ, വിശ്വാസി ദൈവത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ മുമ്പിൽ ധനികരാകണമെങ്കിൽ കർത്താവിന്റെ പീഡകളിൽ, കർത്താവിന്റെ നിന്ദനങ്ങളിൽ, പരിഹാസങ്ങളിൽ, തിരസ്കരണങ്ങളിൽ, രോഗങ്ങളിൽ, രക്ഷാകര ദൌത്യങ്ങളിൽ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബത്തിൽ, ഇടവകയിൽ പങ്കുകാരായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു വളരുമ്പോൾ മാത്രമേ നമ്മൾ ധനികരാകൂ. ധനികര് ചമഞ്ഞാൽ ധനികരാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ മുഖമുദ്രയാണ്
നമ്മുടെ ജീവിത ക്ലേശങ്ങള് ഓർമ്മയിരിക്കട്ടെ. ജീവിത ക്ലേശങ്ങൾ നമ്മുടെ ദുഃഖങ്ങൾ, രോഗങ്ങള്, കഷ്ടപ്പാടുകള് എല്ലാം മാറ്റണം പ്രാർത്ഥിച്ച്. പക്ഷേ പതറാതെ ഇടറാതെ അതിലൂടെ പോകുവാൻ ഞാനും നിങ്ങളും മനസ്സ് വയ്ക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വാസത്തിൽ നമ്മൾ അടിയുറയ്ക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ കർത്താവ് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. കൈയുയർത്തുക. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പുറകോട്ട് പോകാതിരിക്കുവാൻ നമുക്ക് കർത്താവിന്റെ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത. ഇവിടെ ചോദിക്കും, ഞങ്ങൾ സാരിയും മുണ്ടും ഷർട്ടും പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട്, പിന്നെ എന്നാ നഗ്നത കാണാനാ? അവസാന നാളിൽ കർത്താവിന്റെ മുമ്പിൽ ജനകോടികൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, നിന്റെ നഗ്നത. അയ്യോ, പള്ളിയിലെ അച്ഛന്റെ വലം കൈയായിട്ട് നടന്ന ചേട്ടന്റെ അരേ തകിട് കിടപ്പുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ജനകോടികളുടെ മുമ്പിൽ നീ ആരാണെന്ന് വെളിപ്പെട്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ കർത്താവ് പറയുന്നു, ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. അയ്യോ, നമ്മുടെ ഇന്ന വീട്ടിലെ ചേട്ടനല്ലേ ചാത്തമ്മടത്തിൽ പോകുന്നതായിട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ നഗ്നത ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ കർത്താവ് പറയുന്നു എന്നോട് വാങ്ങുക. പുറമോടിയിൽ ഭക്തരാണ്, ധനികരാണെന്ന് പറഞ്ഞ് നടന്നാൽ ഇതാ ജനകോടികളുടെ മുമ്പിൽ പരിഹസിക്കപ്പെടും. എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുന്ന ചേടത്തി, അയ്യോ ഇവള് വ്യഭിചാരിയായിരുന്നോ? വഴിക്കൂടെ പോകുന്ന സകല പുരുഷന്മാരെയും അല്ലെ സ്ത്രീകളെയും ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വ്യഭിചാരം ഹൃദയത്തിൽ വാരിക്കൂടുന്ന സ്ത്രീയായിരുന്നോ അല്ലെ പുരുഷനായിരുന്നോ? നിന്റെ നഗ്നത ജനകോടികളുടെ മുമ്പിൽ കാണപ്പെട്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. അയ്യോ, അദ്ദേഹം വലിയ വീടും ഒക്കെ വെച്ചു, ഇടവക വലിയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു, ഉത്തരിപ്പ് കടമുള്ള മനുഷ്യനായിരുന്നോ? നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നിനക്ക് ലജ്ജയുണ്ടാകാതിരിക്കുവാൻ നീ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. നമ്മുടെ ഇടവകയിലെ ചാക്കോയെയും പെമ്പർനോത്തിയെയും കുറിച്ച് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കിയതാണെന്ന് ദേ വെളിപ്പെടുന്നു. അതിന്റെ ആൾ ഇന്ന വ്യക്തിയാണെന്നും കാണുന്നു. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കപ്പെടാതിരിക്കുവാൻ ശുഭ്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. രണ്ടാമത്, നമ്മൾ ധനികരല്ല. ധനികരാകണമെങ്കിൽ കർത്താവിന്റെ വസ്ത്രം നമ്മൾ വാങ്ങിച്ചുടുക്കണം. അതെന്താണെന്ന് ഞാൻ പങ്കുവയ്ക്കാം. ആദ്യമായി വെളിപാടിന്റെ പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം. അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ കണ്ടു. കുറെ ആത്മാക്കൾ വധിക്കപ്പെട്ടു, അവരെ അവിടെ കണ്ടു. അവരെന്തായിരുന്നു? ദൈവവചനത്തിനു വേണ്ടിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരെ. ശാരീരികമായി മാനസികമായി വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഇതാ കാണുന്നു. 11-ാം വാക്യം പറയുന്നു, അവർക്ക് ഓരോരുത്തർക്കും
ധവള വസ്ത്രം നൽകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇനി അവരുടെ നഗ്നത ആരും കാണുകയില്ല. ദൈവജനമേ, ഞാനും നിങ്ങളും. കർത്താവ് നമ്മുടെ കുറവുകൾ ക്ഷമിക്കും, പശ്ചാത്തപിക്കാൻ തയ്യാറാണെങ്കിൽ. എന്നാൽ ഒരു വസ്ത്രമെടുക്കണം. നമുക്കറിയാം, വിവാഹ വിരുന്നിന്റെ ഉപമയിൽ പറഞ്ഞു വിളിച്ചു കയറ്റാൻ പറഞ്ഞു. വഴിക്ക് കാണുന്നവരെയും എല്ലാരെയും വിളിച്ചു കയറ്റാൻ പറഞ്ഞു. അതിഥികളെ കാണാൻ വേണ്ടി യജമാൻ ഇങ്ങനെ കറങ്ങി വന്നപ്പം ഒരുത്തൻ വിവാഹ വസ്ത്രമില്ലാതെ, വസ്ത്രം ധരിക്കാതെ അയോഗ്യനായി അവിടെ ഇരിക്കുന്നത് കണ്ടു. നീ എങ്ങനെ ഇവിടെ കയറിപ്പറ്റി? എന്റെ വായി നാക്കില്ല. എന്താ നാഥൻ പറഞ്ഞത്? അവന്റെ കൈയും കാലും ബന്ധിച്ച് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. ഇതാണ് യേശു പഠിപ്പിച്ച വചനം. അപ്പോൾ എന്റെയും നിങ്ങളുടെയും നഗ്നത കണ്ട് നമ്മൾ ലജ്ജിക്കപ്പെടുക മാത്രമല്ല, വസ്ത്രമില്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയപ്പെടും. വസ്ത്രം ധരിക്കുന്നതിന്റെ ഒന്നാമത്തെ യോഗ്യതയാണ് പറഞ്ഞത്, ദൈവവചനത്തിനു വേണ്ടിയും ഈശോയുടെ സാക്ഷ്യത്തെ പ്രതിയും മരിക്കുവാനും നിന്ദിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനും നമ്മുടെ ജീവിതം സമർപ്പിച്ച് മുന്നേറിയാൽ നമ്മുടെ നഗ്നത മറ്റുള്ളവർ കണ്ട് നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്തിനെ പ്രതി? ദൈവവചനത്തിന് വേണ്ടി. ചോദിക്കട്ടെ, എത്ര പേരുടെ കൈ ബൈബിളുണ്ട്? എത്ര പേര് അതിൽ നിന്ന് പാടുന്നുണ്ട്? എത്ര പേര് സ്തുതിക്കുന്നുണ്ട്? ഇവിടെ പറയുന്നു, നിന്ദിക്കപ്പെടാതിരിക്കുവാൻ ദൈവവചനത്തിന് വേണ്ടിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും മരിക്കുവാൻ പോലും തയ്യാറാവുക. നമ്മുടെ നഗ്നത കാണപ്പെടാത്ത രീതിയിൽ ദൈവം ധവള വസ്ത്രം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥവുമായി നടന്നു വരുവാൻ നാണമുണ്ടോ? പിന്നെ എങ്ങനെ വചനത്തിനു വേണ്ടി മരിക്കും? സ്തുതിക്കുവാൻ മടിയുണ്ടോ? പിന്നെങ്ങനെ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കും? ഞങ്ങളൊരു ചേർത്തിയുണ്ട് കേട്ടോ, ബാജ് കുത്തിക്കേണ്ട ധ്യാനം കഴിഞ്ഞപ്പോൾ നടക്കുന്നത്. യേശു എന്റെ രക്ഷകൻ. ഒരിക്കൽ കല്യാണത്തിൽ വന്നപ്പോഴത്തേക്ക് വലിയ വലിയ ആൾക്കാരെ കല്യാണം വന്നിട്ടുണ്ട്. എല്ലാരും അടുത്ത് പിടിച്ച് ചോദിച്ചു, ആ മറിയാമ്മച്ചേർത്തിയും ഈ ലിസ്റ്റിൽ ചേർന്ന? ബാജ് നോക്കിയിട്ട് പറഞ്ഞാ, മറിയാമ്മച്ചേർത്ത ഞാൻ ചുമ്മാ കുത്തിയിരിക്കുക, മുത്രപ്പനെ പോയി അഴിച്ചു നൊച്ചില്ലാത്ത ഒതുക്കി വെച്ചു. എന്ത്? ദൈവവചനത്തെ പ്രതി നിന്ദിക്കപ്പെട്ടപ്പോൾ ഓടിയൊളിച്ചു. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കപ്പെടും. ദൈവജനമേ, മറക്കരുതേ, നമ്മൾ ക്രിസ്ത്യാനിയായി ജീവിച്ചു, ക്രിസ്ത്യാനിയായി വളർന്നു, ക്രിസ്ത്യാനിയായി മരിക്കും. അച്ഛന്മാര് വരും, കൂദാശകൾ തരും, ഇതെല്ലാം നമുക്ക് വേണ്ടതാ. പക്ഷേ നമുക്ക് ധവള വസ്ത്രം വേണം. തീരുമാനിക്കൂ. ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയും യേശു സാക്ഷിയായി ജീവിക്കാനും മരിക്കാനും ജീവിതം വിട്ടുകൊടുക്കുക. ഇല്ലെങ്കിൽ ധവള വസ്ത്രം നമുക്ക് നൽകപ്പെടുകയില്ല. നമ്മൾ നഗ്നരായി പരിഹാസ വിഷയമായി നിത്യലജ്ജയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരാൾ ലിസ്റ്റിൽ മാറ്റപ്പെടും. കൈയുയർത്തുക, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങേയ്ക്ക് സാക്ഷ്യമായിരിക്കട്ടെ. ദൈവവചനത്തിനു വേണ്ടി സാക്ഷ്യത്തെ പ്രതിയും മരിക്കുവാൻ പോലും ഞങ്ങളിതാ തയ്യാറാണ്. നാഥ, ഞങ്ങളുടെ വീടുകളിൽ ദൈവവചനത്തിനും ഈശോയ്ക്കും ഞങ്ങളെല്ലാം സാക്ഷിയായിരിക്കുവാൻ തീരുമാനിക്കുന്നു. യേശുനാഥ, ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ, അയൽ ബന്ധങ്ങളിൽ, എല്ലാ മതസ്ഥരുടെയിലും ദൈവവചനത്തിനും ഈശോയ്ക്കും സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളിതാ വന്നിരിക്കുന്നു. നാഥ, ഞങ്ങളുടെ ഇടവകയിൽ എല്ലാവർക്കും ദൈവവചനത്തിനും യേശു സാക്ഷ്യത്തിനും സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും വിട്ടുതരുന്നു. ഹല്ലേലൂയ.